ഹലോ ഗായ്സ്, എൻ്റെ പേര് ആദിഷ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് നമ്പർ 4 സ്വാഗതം. ഇന്ന് നമുക്ക് ബ്ലേസ് റോഡ് ഒപ്പിക്കണം. പിന്നെ ഇന്ന് നമുക്ക് സ്ട്രോങ് ഹോൾഡ് വരെ പോകണം. പിന്നെ എൻ്റർപ്പേൾ കളക്ട് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡ്രാഗനെ കൊല്ലണം. പിന്നെ ലൈറ്റർ എടുക്കണം. പിന്നെ കുറച്ച് പണികളും കൂടി ഉണ്ട്. ഞാനെന്തായാലും താഴെ ഞാൻ നെതർ പോർട്ടലൊക്കെ എന്തായാലും ബിൽഡ് ചെയ്തു. നെതർ ആ ഒരു ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായി. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്ന് കറക്റ്റായി പോയി. അപ്പോൾ എന്തായാലും എൻ്റെ തലയിൽ ഇപ്പോൾ ചെയിനിൻ്റെ ഹെൽമെറ്റാണ് ഇരിക്കണത്, നിങ്ങൾക്ക് കാണാം. പിന്നെ ഞാനിപ്പോൾ അവിടെ ഫുഡിന് വേണ്ടിയിട്ട് കുറച്ച് കൗവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഇതിന് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. 2 കൗവിനെ പിടിച്ചിട്ടു, അത്രയും ചെയ്തിട്ടുള്ളൂ. അയ്യോ, ഒരെണ്ണം ചത്തു പോകണു. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊന്നിനെ പിടിച്ചിടേണ്ടി വരും. അത് ഞാൻ പയ്യെ ചെയ്തോളാം. ഇനി നമുക്ക് ഈ വീഡിയോ ഫുള്ളായി കാണണം. കാരണം ഈ വീഡിയോ ഫുള്ളായി കണ്ടാൽ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകണമെന്നുള്ളത് നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഐഡിയ കിട്ടുള്ളൂ. ഞാൻ ചിലപ്പോൾ നെതറിൽ 2-3 തവണ കയറി ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തതിൽ. എന്നിട്ട് ഞാൻ ഫോട്ടോസൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ ഞാൻ അതിലെന്താ ചെയ്തത്, പിന്നെ ഞാൻ 2-3 തവണ ചാവുകയും ചെയ്തു. കാരണം എനിക്ക് അവിടെ ഫുള്ള് വിതർ സ്കെൽട്ടൻസാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഗെയിം മോഡ് ഒന്നാമത് ഹാർഡാണ്. അതൊക്കെ തന്നെയാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് പിക്കാക്സ്. ഇതൊക്കെ ക്രാഫ്റ്റ് ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തതാണ്, പക്ഷെ കിട്ടിയില്ല. ഒരു എൻട്രപ്പേളും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമുക്ക് കുറേ പൊട്ടാറ്റോയും ഉണ്ട്, ഇതും കൂടി കുക്ക് ചെയ്യുക. അതൊക്കെ തന്നെയാണ്. എന്തായാലും ഈ ഒരു വഴിയൊന്ന് നേരാക്കട്ടെ. ഒരു വഴി എന്തോ അവിടെ ചാടി പോകണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെയല്ലേ? എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും കുറേ ഒരു 2 ഹോ ഉണ്ടാക്കിയിട്ട് നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഇത് നടാം. പിന്നെ അതിന് മുന്നേ ഇവിടെ തന്നെ ചെറിയൊരു കൃഷി തുടങ്ങിയാലോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അപ്പുറത്തെ ഐലൻഡ്, അത് തന്നെയാണ് എൻ്റെ ഫാമിംഗ് ഐലൻഡ്. എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് ഇതൊക്കെ അവിടെ പോയിട്ട് എന്താണ് അതിൻ്റെ പേര്, കൃഷി ചെയ്യുക. ഓക്കെ. പിന്നെ ഇനി ഞാൻ എന്തായാലും നെതർക്ക് കയറണത് നെതറിൽ കയറിയിട്ട് ഞാൻ എന്തായാലും നിങ്ങളെ ബാക്കി അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ ഞാൻ നെതറിൽ കയറി. ഇതാണ് എൻ്റെ ഒരു ഫോർട്രസ്. എനിക്കൊരു ബസാൾട്ടിൻ്റെ അവിടെയാണ് കിട്ടിയത്. പിന്നെ ഈ ഒന്നാമത് ഈ മാഗ്മ ക്യൂബിൻ്റെ ശല്യമുണ്ട്. പിന്നെ ഈ ഒരു വിതർ സ്കെൽട്ടൻ്റെ ശല്യമുണ്ട്. ഞാനിവിടുന്ന് എന്തായാലും നേരെയാണ് പോകാൻ നോക്കിയത്. അപ്പോഴാണ് ഈ സാധനം കണ്ടത്, ഈ തൂണ്, ഈ ബ്രിഡ്ജ്. അതാണ്. ഇനി എന്തായാലും കുറച്ച് ഫുഡൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടേക്ക് എത്തുമ്പോഴേക്കും അവിടെ വിതർ സ്കെൽട്ടൻസ് സ്പോണാവാണ്. അതാണ് എനിക്ക് അങ്ങോട്ടേക്ക് എത്താനായിട്ട് പറ്റാത്തത്. അയ്യോ, ഗോസ്റ്റ് അമ്മച്ചി, തീർന്ന്. എന്തോ ഭാഗ്യം. ഗോസ്റ്റ് എൻ്റെ ബ്രിഡ്ജ് പൊട്ടിച്ചു അല്ലേ? എന്ത് ചെയ്യാനാ? ഇവിടുന്ന് കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റാം. ഇവിടുന്ന് നമുക്ക് ബ്ലേസും വരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. ബ്ലേസ് ഇങ്ങോട്ടേക്ക് എത്തുമോ? പിന്നെ ഇവിടുന്ന് തന്നെ കൊല്ലാം. 4-5 വന്ന റിസ്ക് ആണ് കൊല്ലണത്. കാരണം എൻ്റെ കയ്യിൽ അത്രമാത്രമുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ പിടിച്ച് നിൽക്കാൻ നോക്കും. കാരണം ഞാൻ അത്യാവശ്യം ബെഡ് വാറൊക്കെ കളിച്ച് PvPയിൽ അത്യാവശ്യം പ്രോയൊക്കെയാണ്. അയ്യോ, ഇവനെ നമുക്ക് ഇപ്പുറത്തേക്ക് വലിച്ചു വരുത്താം. അവനെ കൊന്ന് അവൻ്റെ കയ്യിൽ നിന്ന് എടുക്കാം. അവിടെ ഫുള്ള് വിതർ സ്കെൽട്ടൻസ് ആണ്, അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല. 4-5 അവിടെ വന്ന് നിൽക്കണത്. അമ്മമാരൊക്കെ വരുമോ? പാടേ ഇവന്മാരൊക്കെ പാടെ വരുന്നുണ്ടല്ലോ. അവിടെയാണെങ്കിൽ ഒരു വിതർ സ്കെൽട്ടനും നിൽക്കണു. എടാ ഇങ്ങോട്ട് പാടാ.
ഓ ഒരു ബ്ലോക്ക്. എടാ എൻഡർമാനെ ഒന്ന് മാറിക്കോ, ഞാനൊന്ന് പോട്ടെ. ഓ ഓ വിത സ്കെൽട്ടൻ. ഓ ഇവനെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. ഓടാ. ആ അതിൻ്റെ ഇടയിൽ കൂടെ ബ്ലേസ്. ആ ഹെഡ് ഡ്രോപ്പ് ചെയ്തില്ല. ഈ ബ്ലേസിനൊക്കെ ഒന്ന് ജസ്റ്റ് സൈഡിക്ക് ആക്കാനായിട്ട് ഇത് എത്ര എണ്ണം ബ്ലേസാണ്. ഓ ഓ തീ ചത്ത് 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 ചത്ത്. ആ എന്നാ പിന്നെ നീ നാളെ നോക്കിയാൽ മതി കേട്ടാ. എൻ്റെ കയ്യിൽ ഷീൽഡുള്ളത്, ഷീൽഡ് കേട്ടല്ല. എന്നെ ആയൊക്കെ അവരെ പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റില്ല കേട്ടല്ല. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിലൊന്ന് ഇവിടെ നമ്മുടെ മൂടി വയ്ക്കാം. ഓ അത് ലാഗാണ് എന്നെ കൊന്നത്. എന്തായാലും ഞാൻ കുറച്ച് ഇത് എല്ലാം അല്ല ബ്ലേസ് റോഡ് ഒപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ചെറിയൊരു പണി കിട്ടി. ഞാൻ എന്തായാലും അതിന് മുന്നേ കുറേ പാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ആ പാക്സ് ഇട്ടപ്പോൾ എന്തൊക്കെയോ പോലെ തോന്നി. ഞാൻ ഇപ്പോൾ നോർമൽ മൈൻക്രാഫ്റ്റിലാണ് ഉള്ളത്, പാച്ചിലല്ല. ഞാൻ ഇപ്പോൾ നോർമലിലാണ്. പിന്നെ അത് അവിടെ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ എൻചാൻറ്റ് ടേബിള് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ കുറച്ച് ഡീസ്പോണായി. ഒരു ബ്ലേസ് റോഡ് ഞാൻ എങ്ങനെയൊക്കെയോ ആക്ട് ചെയ്തു. കാരണം അവിടെ എനിക്ക് അടുക്കാൻ പറ്റില്ല, അവിടെ ഫുള്ള് വീതർ സ്കെൽറ്റൻസാണ്. പിന്നെ ആ ഭാഗത്തായിട്ട് എൻ്റെ മറ്റേ ഭാഗത്തായിട്ട് എന്തായാലും എൻ്റെ കൃഷി നോക്കട്ടെ. അവിടെ ഇനി ഫുഡ് ആയാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അല്ല കുറേ മൃഗങ്ങളെ കൊല്ലേണ്ടി വരും. നമുക്കെന്തായാലും അവിടെ പോയി നോക്കാം. പിന്നെ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ ചിലപ്പോൾ ഓഡിയോ ക്വാളിറ്റി കുറവുണ്ടാവും. ഈ വീഡിയോയ്ക്ക് തന്നെ വീഡിയോ ക്വാളിറ്റി കുറവുണ്ടാവും. കാരണം ഇത് നല്ല രീതിക്ക് ലെങ്ത് ഉള്ളൊരു വീഡിയോ ആണ്. ഞാൻ 1 മണിക്കൂറിൻ്റെ ഒക്കെയാണ് റെക്കോർഡ് ചെയ്യണത്. ഇവിടെ ഒന്നും വളർന്നിട്ടില്ല. പിന്നെ നമുക്കെന്തായാലും അപ്പുറത്തോട്ടേക്ക് പോയിട്ട് പിന്നെ ഈ ഒരു നോർമൽ കളിക്കുകയാണെങ്കിൽ എൻ്റെ സ്കിന്നൊന്നും കാണാനില്ല. ഞാൻ തന്നെ ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു. എന്താ അങ്ങനെയെന്ന് അറിയണില്ല. പിന്നെ ഞാൻ എന്തായാലും പാച്ചിലോട്ടേക്ക് തന്നെ ആക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നണത്. ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ പാച്ചിലോട്ടേക്ക് തന്നെ വന്നിരിക്കുകയാണ്. മറ്റേ ഗെയിമിലാണെങ്കിൽ എൻ്റെ സ്കിന്നും കാണാനോ നല്ല ലാഗും. പാച്ചിൽ ലാഗില്ല എന്ന് പറഞ്ഞാൽ പാച്ചിൽ ആ ലാഗ് അധികമായി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിക്ക് പോയത്. അതിൽ പാച്ചിനേക്കാളും നല്ല ലാഗ്. അതുകൊണ്ട് ഞാൻ ഇതിക്ക് തന്നെ വന്നു. ഇതെന്തായാലും നല്ല ലാഗില്ലാതെ നമുക്ക് അത്യാവശ്യം കളിക്കാം. പിന്നെ ഞാൻ ഷെയ്ഡറൊക്കെ ഇട്ടിട്ടുണ്ട്. ഷെയ്ഡർ നെതർ ഈ ഷെയ്ഡറിൽ നെതർ ഒരു ഗ്ലോസി എഫക്റ്റ് പോലെയുള്ള സാധനമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പർപ്പിൾ പിങ്ക് അങ്ങനെ ഒരു കളറിലാണ് നെതർ അവർ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു ഭാഗമൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതാണ് എൻ്റെ ഇവിടേക്ക് പോകേണ്ട വഴി. എവിടേക്കാണ്? നെതർക്ക് പോകേണ്ട വഴി അല്ല, ഈ ഫോർട്രസിക്ക് പോകേണ്ട വഴി. എന്തൊക്കെയാണ് ഞാൻ പറയണത്? നെതർക്ക് പോകേണ്ടത് നെതറിലല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ വഴി തെറ്റിയെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ട വഴി. അവിടുന്ന് അങ്ങോട്ട് പോയാലാണ് ഫോർട്രസിക്ക്, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാലാണ് വീട്ടിലേക്ക്. ഇതിനങ്ങനെ വന്നിട്ട് ഞാൻ സ്ട്രെയിറ്റ് പോകാനാണ് നോക്കിയത്. സ്ട്രെയിറ്റ് വന്നപ്പോൾ കൊക്കയായി. അപ്പോൾ ഞാൻ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ ഏകദേശം സ്ട്രെയിറ്റ് വെച്ച് പോയി. എന്തായാലും ഒരു എൻട്രപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ എന്തായാലും വീട്ടിൽ കൊണ്ടേ വെക്കട്ടെ ഗൈസ്. ഞാനങ്ങനെ എൻ്റെ ടൂൾസും ആർമറൊക്കെ ഫുള്ള് എൻജോയ് ചെയ്തിട്ടോ. കാരണം അവിടെ പിടിച്ചിക്കാൻ പറ്റില്ല. നല്ല രീതിക്ക് മൂവ്സും കാര്യങ്ങളാണ്. ഇതെന്തത്? ഞാനൊരു എൻ്റെ നമ്മുടെ ഫോണിൽ ഞാൻ പൂജ ലോഞ്ചർ എന്ന് പറഞ്ഞ ലോഞ്ചറിൽ ജാവയിൽ ഞാൻ പോയി ഡ്രാഗനെ കൊന്നതാണ് ലെതർ ആർമറായിട്ട്. അതൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ബെഡ്റോക്കിൽ അത് പറ്റണില്ല. പിന്നെ ഞാൻ എന്തായാലും ഇതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു നമുക്ക് എൻഡർ ചെസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണം. അപ്പോൾ ഞാൻ എന്തായാലും ഒബ്സീഡിയൻ കളക്ട് ചെയ്തിട്ട് പിന്നെ എൻ്റെ ഡയമണ്ട് പിക്കാക്സ് ഞാൻ കൊണ്ടുപോയി കളഞ്ഞതിൻ്റെ കാര്യം ഒരു ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ചു. പിന്നെ ഞാൻ എന്തായാലും എൻഡർ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിൻ്റെ നേരത്തെ ഡയമണ്ട് പിക്കാക്സ് ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ച് പോയി.
അതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ അവിടെ വെച്ച് അവിടെ ഉറങ്ങാൻ വേണ്ടി നിന്നതാണ്. അപ്പോഴേക്കും ലാഗായി ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ച് പോയി. ആ ചെസ്റ്റൊക്കെ ഇതായി. പിന്നെ രണ്ടാമതൊരു ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ച് അത് ഫുള്ള് പോയി. എന്തായാലും നമ്മളെന്തായാലും ഫുള്ള് പ്രിപ്പയർ ആയിട്ടുണ്ട് ഇവിടേക്ക് പോകാനായിട്ട്. എന്തായാലും ആദ്യത്തെ എൻ്റർ ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്കാണ് അത് പോണത്. സോ നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോവാം. പിന്നെ ഈ തവണ ഞാൻ പറഞ്ഞില്ല, ഓഡിയോന് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെയൊക്കെ ഉണ്ടാവും. കാരണം ഇത് ഞാൻ റെക്കോർഡ് ചെയ്യണതിൻ്റെ കുറേ ഭാഗങ്ങൾ പോയി ഇപ്പം തന്നെ. ഇപ്പം ഞാൻ രണ്ടാമതിരുന്ന് റെക്കോർഡ് ചെയ്യണം. ആദ്യം ഞാൻ ഈ വഴിക്കൊക്കെ പോയതാണ്. അതെ, എന്തായാലും സസ്പെൻസ് കളയണില്ല. എവിടെയാണ് ഞാൻ കുഴിച്ചൊക്കെ പോയിട്ട് അവിടെ എത്തിയപ്പോഴാണ് റെക്കോർഡിങ് കട്ടായി ഫോണ് സ്വിച്ച് ഓഫ് ആയത്. അതെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും സസ്പെൻസ് കളയണില്ല. പിന്നെ റിയാക്ഷൻസിനൊക്കെ ചെറിയ ചെറിയ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇവിടുന്ന് എറിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ എൻ്ററായി എറിഞ്ഞ് നോക്കാം. ഇത് എവിടേക്കായിരിക്കും പോകുന്നുണ്ടാവുക? ആ ഭാഗത്തേക്ക് തന്നെ. കാരണം എനിക്കറിയാം അവിടേക്കാണ് പോകുന്നുണ്ടാവുകയെന്ന്. അയ്യോ, പണിപാളി. ലാഗ് എവിടെ? താഴോട്ടേക്കാണോ ഇനി? അതാ കിടക്കണോ? നമുക്ക് ഇനി മോളിക്ക് പോവാം. ഒരു ഡ്രോൺ അല്ലേ അത്? അവൻ വരുമോ? ലാഗ് ആവരുത്. അവൻ അടിച്ച്. പിന്നെ അടിച്ച്. അടുത്ത എൻട്രായി ഞാൻ അറിയാതെ എറിഞ്ഞ്. അതാ പിന്നെയും പോണു. സോറി, ഞാൻ പ്രോയായതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പിന്നെയും പോവും അടിക്ക്. ഗൈസ്, ഞാൻ എന്തായാലും എൻ്റെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. മറ്റേതൊക്കെ ഇവിടെ നിന്നല്ല കിട്ടിയത്. അത് വേറെ ഏതോ വില്ലേജ്, ഇത് വേറെ ഏതോ വില്ലേജ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് കുഴിച്ച് നോക്കാം. ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നണത്. കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും താഴോട്ടേക്ക് കുഴിച്ച് പോവാം. പിന്നെ ഇവിടെ ഒരു കേവ് പോലുള്ള ഏരിയ ആണ്. ഞാൻ ആദ്യം പോയപ്പോൾ ഏതൊരു ജംഗിളിൻ്റെ ഉള്ളിലാണ് ഞാൻ പോയി പെട്ടത്. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഇതല്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ചത്തിട്ടാണ് ഞാൻ രണ്ടാമത് വന്നത്. ചാവ് മീൻസ് എൻ്റെ കയ്യിൽ എൻ്റർ ചെസ്റ്റ് ഉണ്ട്. ആ എൻ്റർ ചെസ്റ്റ് അവിടെ വെച്ച് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വന്നത്. പിന്നെ രണ്ടാമതൊരു എൻ്റർ ചെസ്റ്റ് ഉണ്ടാക്കി, എന്നിട്ട് അതിൽ വെച്ചു. അതൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് മുകളിൽ മൂടാം. എൻ്റെ വാട്ടർ ബക്കറ്റ് എൻ്റെ കയ്യിൽ. ഞാൻ എന്തൊക്കെയാ പറയണത്? ഓക്കെ, ആ വെള്ളം എടുത്തിട്ട് അവിടെ നമുക്ക് മൂടാം. എന്നിട്ട് നമ്മൾക്ക് താഴോട്ടേക്ക് കുഴിച്ച് പോവാം. ഇതെന്തായാലും നല്ല രീതിക്ക് ലെങ്ത്ത് ഉണ്ടാവും. സോ ഞാൻ അവിടെ എത്തി കാണിക്കാം എന്നാണ് എനിക്ക് തോന്നണത്. അവിടെ എത്തിയിട്ട് എന്തായാലും ഞാൻ നിങ്ങളെ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ്, ഞാനിവിടെ താഴോട്ടേക്ക് എൻ്റെ സ്ഥലം ഞാൻ കുറേ കുഴിച്ചു വന്നു. ഇവിടെ അല്ല എന്നാണ് എനിക്ക് തോന്നണത്. കാരണം ഞാൻ ഇപ്പോൾ ഡീപ് ലൈറ്റിൻ്റെ ലെവലെത്തി. -20 ഇത് കാണാറ്. ഞാൻ നോക്കി നോക്കട്ടെ. ഇവിടെ ഒന്നും കാണാനും ഇല്ലല്ലോ. എനിക്ക് തോന്നണത് ഞാൻ എവിടെയോ മിസ്സാക്കിയതാണ്. ഇവിടെ എന്തായാലും കാണാനുമില്ല. -20 സാധാ കാണാറ്. ചിലപ്പോൾ നല്ല താഴോട്ടേക്ക് ഉണ്ടാവാറുണ്ട്. അത് റയർ കേസാണെന്നാണ് എനിക്ക് തോന്നണത്. കാരണം ഞാൻ കണ്ടതെല്ലാം 20, 25 ആ ലെവലിലായിരിക്കും. ഇതിപ്പോൾ ഞാനിപ്പോൾ 27 എത്തിയിട്ടുണ്ട്. ഇത് കാണാനുമില്ലല്ലോ. ഓക്കെ, എനിക്ക് തോന്നണത് ഞാൻ തെറ്റിച്ചു എന്നാണ്. എവിടെയോ ഇല്ല, തെറ്റിച്ചിട്ടില്ല. സാധനം കിട്ടി മോനെ, സാധനം കിട്ടി. എൻ്റെ നെതർ പോർട്ടല്ല, എന്താണ് സ്ട്രോങ് ഹോൾഡ് കിട്ടി. ഇവിടെ ആണെങ്കിൽ സിൽവർ ഫിഷും ഉണ്ട്. സിൽവർ ഫിഷൊന്നും എനിക്കൊന്നുമല്ല. എത്ര തവണ കൊന്നതാണ് ഇതിനെ. നിങ്ങൾ ചത്തോ? ഓക്കെ, ഇത്രയായി. ഇനി നമുക്ക് മെയിൻ ചടങ്ങായിട്ടുള്ള സ്ട്രോങ് ഹോൾഡ് പോർട്ടൽ കണ്ടുപിടിക്കണം. എൻ്റെ പോർട്ടൽ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സിൽവർ ഫിഷാണല്ലോ. ഒന്നുമല്ല ഡാക്കി. ഇതിനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇത് നമ്മുടെ ഫസ്റ്റ് സ്ഥലമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കുഴിച്ച് നോക്കാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മുകളിലോട്ടേക്ക് നമുക്ക് പിന്നെ പോവാം. ഈ ഒരു ഭാഗത്ത് ആയിട്ടൊന്നുമില്ല. ഇനി ഇവിടുന്ന് സിൽവർ ഫിഷ് പോടാ. ഞാൻ നിങ്ങളെ നോക്കിക്കോ, നിങ്ങളെ കബളിപ്പിക്കണം നോക്കിക്കോ. ടാറ്റാ, ബൈ ബൈ. അവന്മാരെ ഇവിടെ കട്ടെ. നമുക്ക് കുറച്ച് ഫുഡ് കഴിച്ചിട്ട്
ദീനെ പോയി നോക്കാം. ദീനെ നമുക്കെന്തായാലും ഇവിടെ ഒരു സ്പൈഡറും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലാഗ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫയലിൽ എന്തായിരിക്കും എനിക്ക് പോലും അറിയില്ല. കാരണം നല്ല രീതിക്കുള്ള ലാഗ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ഒരു സ്ക്രീനിൽ ചിലപ്പോൾ സ്റ്റക്കായി നിൽക്കണ പോലെ കാണുന്നുണ്ടാവും. കാരണം ഞാൻ അങ്ങനെ ഒരു ഫോണിലാണ് കളിക്കുന്നത്. ഗൈസ് ഇത് എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഞാനെന്തായാലും നിങ്ങൾ ഞാൻ ഇവിടെ ഉണ്ട് അല്ലേ. ഇത് നമുക്ക് എന്തായാലും ഈ പോർട്ടലൊന്ന് പൊട്ടിച്ച് കളയാം. ഓക്കെ, നമ്മൾ സ്പോണറുകൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സിൽവർ ഫിഷിനെയും കൂടി അങ്ങോട്ട് കൊല്ലാം. ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. നിങ്ങൾ പൊക്കോ. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും കൊബിൾ സ്റ്റോൺ ഇട്ട് കൊണ്ടുവന്നേക്കാളും നല്ലത് വാട്ടർ ബക്കറ്റ് ഇട്ട് ഒബ്സിഡിയൻ ആക്കണതാണ് നല്ലത്. കാരണം അവിടെ പോയ ഫില്ലർ ചെയ്യാൻ എനിക്ക് ബ്ലോക്ക് വേണ്ടേ. പിന്നെ ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ട്. നമുക്ക് എൻ്റർ ചെസ്റ്റിന് വേണ്ടി ഒരെണ്ണം മാറ്റി വെക്കണം. പിന്നെ നമ്മൾക്കിത് ഫുള്ളായിട്ടാണ് ലൈറ്റപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പോർട്ടൽ എന്തായാലും ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതിനെ പോവാമെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുകയാണ്. ഇത് പോവുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് 2 ബ്ലോക്ക്, ഒരു ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ അറിഞ്ഞത്. അഫ്കോഴ്സിൽ ഇത് പോവില്ല. അതുകൊണ്ട് നമുക്കൊരു ബെഡ് ഇവിടെ വെച്ചിട്ട് നമ്മളെ ക്രാഫ്റ്റ് ടേബിളൊക്കെ ഇട്ട് നമുക്ക് വേറൊരു സെറ്റപ്പ് ഉണ്ടാക്കാനായിട്ടുണ്ട്. അതായത് നമ്മളെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വയ്ക്കുക. അയ്യോ ഗൈസ്, ചെറുതായിട്ടൊന്ന് സ്പീഡിൽ പറയാൻ വേണ്ടി നോക്കിയതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഫർണസും ഒരു ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കണം. ഫർണസ് അത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചെസ്റ്റ് എടുത്ത് വെക്കുക. ഗൈസ്, ഞാൻ 42 റോക്കറ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താവും എനിക്കറിയില്ല. മെൻഡിങ് അൺബ്രേക്കിങ്ങിൻ്റെ ബുക്ക് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അതിനുള്ള സമയമില്ല. ഇപ്പം തന്നെ ഞാനിത് മൂന്നാമത്തെ ദിവസമാണ് ഞാനിതിപ്പോൾ റെക്കോർഡ് ചെയ്യണത്. ആദ്യം റെക്കോർഡ് ചെയ്തു, അത് കറക്റ്റായി പോയി. രണ്ടാമത് റെക്കോർഡ് ചെയ്തു, കറക്റ്റായി പോയി. മൂന്നാമത് റെക്കോർഡ് ചെയ്യണതാണ് ഇത്. ഒരു ദിവസം എത്രയെന്ന് പറഞ്ഞിട്ട് കളിക്കുക. മാക്സിമം ഒരു 2 മണിക്കൂർ എന്നല്ലാതെ. എന്തായാലും നമ്മളെ വാല്യുബിളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വെക്കുകയാണ്. ഇനി എങ്ങനെയാലും അവിടെ പോയി ചത്താലോ പണി കിട്ടില്ലേ. നമ്മുടെ ഒരു ബോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. പില്ലറിലെ മറ്റേ ക്രിസ്റ്റലൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻഡറയും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. കാരണം ഇത് നമുക്ക് എൻഡർ ചെസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ബ്ലൂബെറി, അതായത് എന്താണ് അതിൻ്റെ പേര്, ബെറീസ്, അതും പിന്നെ നമ്മുടെ ഒരു എക്സ്ട്രാ സ്വാഡും കൂടി നമുക്ക് വേണം. കാരണം എൻ്റെ കയ്യിൽ ഒരു സ്വാഡ് ഉണ്ടെങ്കിലും പക്ഷെ അത് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിൽ പ്രത്യേകിച്ച് എൻചാൻറ്റിങ് ഒന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി 2 ഇത് വെക്കുന്നുണ്ട്. ഇനി എങ്ങനെയും ബെഡിട്ട് പൊട്ടിക്കണ മാർഗ്ഗം അവിടെ പറ്റിയില്ലെങ്കിൽ പിന്നെ പണി കിട്ടില്ലേ. അതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് വെക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ടുള്ളൊരു ബഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നേരിട്ട് പോയിരിക്കാണ്ട് പോകും. അങ്ങനെ ഒരു ബഗ് ഉണ്ട് നമ്മുടെ ഈ ഒരു എൻഡിക്ക് ഡ്രാഗനെ കില്ല് ചെയ്യാനായിട്ട് പോകുമ്പോൾ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പോണത്. ഇനി എങ്ങനെയാലും അവിടെ പോയി ചത്താൽ പിന്നെ പണി കിട്ടില്ലേ. 10 ഇതും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും ഫുഡാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകണത്. ഒക്കെ പാടെ കൊണ്ടുപോയിട്ട് ഇപ്പം എന്തിനാ, കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ എന്തായാലും കുറേ ഫുഡ് എൻ്റെ കയ്യിൽ തന്നെ കേട്ടോ കൊണ്ടുപോകണത്. ഇതൊക്കെ പോയി അവിടെ പോയ ചത്തതാണ്. ഞാൻ ഈ ബെഡ്റോക്കിൽ ആദ്യമായിട്ടാണ് ഡ്രാഗനെ കൊല്ലാൻ പോണത്. മൊബൈലിൽ ഒരാണ് പോയിട്ടുണ്ട്, അതായത് പൂജ ലോഞ്ചർ വെച്ചിട്ട്. ഇനി എന്തായാലും നമുക്ക് എടുത്ത് ചാടാം. അപ്പോൾ അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.